ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ 4ാം ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞേ. पिछले क्लास में हमने क्या क्या पढ़े थे, याद करके बताइए. हाँ, पहले एक कविता पढ़ी. अच्छा, कविता का नाम क्या है? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം ഒരു കവിതയായിരുന്നു പഠിച്ചത്. ആ കവിതയുടെ പേരെന്തായിരുന്നു? हाँ, बताइए कविता का नाम. हाँ, हताशा से एक व्यक्ति बैठ गया था. ഹതാശാസെ ഏക് വ്യക്തി ബൈറ്റ് ഗയാത്ത എന്ന് പറഞ്ഞാൽ നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നു. അപ്പം അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കവിതയുടെ പേര്. और कवि का नाम क्या है? കവിയുടെ പേരെന്തായിരുന്നു? बताइए आप. कवि का नाम? हाँ, विनोद कुमार शुक्ल. വിനോദ് കുമാർ ശുക്ല. कविता फिर सुनिए. കവിത ഒന്നുകൂടി കേൾക്കാം. हताशा से एक व्यक्ति बैठ गया था. विनोद कुमार शुक्ल. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. अब मैं कुछ प्रश्न पूछूं. कविता में ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. मैं किसका सूचक है? അപ്പോൾ കവിതയിൽ മേം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? बताइए. നിങ്ങൾ പറയൂ. हाँ, ठीक है, बताइए. कवि का. अच्छा, കവിയെയാണ് മേം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ? കവി പറയുന്നതായിട്ടാണ് കവിത. അപ്പോൾ കവിതയിൽ മേം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കവിയെയാണ്. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इस कथन से कवि का कौन सा मनोभाव प्रकट होता है? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വ്യക്തിക്കോ മേ നഹി ജാൻതാത്ത, ആ വ്യക്തി എനിക്കറിയില്ലായിരുന്നു. ഹതാശാക്കോ ജാൻതാത്ത, അതായത് നിരാശ എനിക്കറിയാം. നിരാശ എന്താണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ആ വ്യക്തി എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ വരികളിൽ നിന്ന് കവിയുടെ എന്ത് മനോഭാവമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? बताइए. പറയൂ. हाँ, कवि ने उस व्यक्ति की स्थिति को देखकर ही उसकी समस्या या संकट की स्थिति को समझ लिया. കവി ആ വ്യക്തി അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ അയാൾക്ക് ഒരു വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു അല്ലേ? अच्छा, ठीक है. अगला प्रश्न सुनिए. അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. व्यक्ति की हताशा माने निराशा को समझकर कवि ने क्या किया? അപ്പോൾ വ്യക്തിക്ക് നിരാശയുണ്ടെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പം അങ്ങനെ കണ്ടിട്ട് കവി എന്താണ് ചെയ്തത്? ആ നിരാശനായിട്ടിരിക്കുന്ന വ്യക്തിയെ കണ്ടപ്പോൾ കവി എന്താണ് ചെയ്തത്? बताइए आप. നിങ്ങൾ പറയൂ. हाँ, कवि ने उस व्यक्ति के पास गया और उसकी ओर हाथ बढ़ाया. കവി ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ അല്ലെങ്കിൽ കൈ ആ വ്യക്തിയുടെ നേരെ നീട്ടി അല്ലേ? अच्छा, ठीक है. अगला प्रश्न सुनिए. അടുത്ത ക്വസ്റ്റ്യൻ. क्या वो निराश व्यक्ति कवि का कोई परिचित व्यक्ति था? അപ്പോൾ ആ നിരാശനായിട്ടിരുന്ന വ്യക്തി കവിക്ക് അറിയാവുന്ന പരിചിതനായിട്ടുള്ള വ്യക്തി വല്ലതും ആയിരുന്നോ? नहीं. അല്ലല്ലേ? ठीक है, वो अपरिचित व्यक्ति था. അയാൾ അപരിചിതനായിരുന്നു. लेकिन कवि ने उसे देखकर ही समझ लिया कि वो व्यक्ति निराश है. പക്ഷേ കവി ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി അല്ലേ ആ വ്യക്തി നിരാശനാണെന്ന്. अच्छा, अगला प्रश्न सुनिए. അടുത്ത ക്വസ്റ്റ്യൻ. कवि ने हाथ बढ़ाया तो उस व्यक्ति ने क्या किया? കവി കൈ നീട്ടിയപ്പോൾ ആ വ്യക്തി എന്താണ് ചെയ്തത്? ആ നിരാശനായ വ്യക്തി എന്ത് ചെയ്തു? കവി ഇങ്ങനെ കൈ നീട്ടിയപ്പോൾ हाँ, बताइए. പറയൂ. उस व्यक्ति ने कवि का हाथ पकड़ा और उसके साथ चलने लगा. ആ വ്യക്തി കവി ഇങ്ങനെ കൈ നീട്ടിയപ്പോൾ ആ കൈ പിടിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് കവിക്കൊപ്പം നടക്കാൻ തുടങ്ങി. यहाँ देखिए बच्चों, वे दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. അപ്പം ഇവിടെ ഈ രണ്ട് വ്യക്തികളും, അതായത് കവിയും ആ നിരാശനായ വ്യക്തി, ഇവർക്ക് രണ്ടുപേർക്കും
പരിചയമില്ലായിരുന്നു അല്ലേ, അവർ നേരത്തെ കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവർക്കെന്താണ്, നിരാശ എന്ന അവസ്ഥയെപ്പറ്റി അവർക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു അല്ലേ. इससे कवि क्या बताना चाहते हैं बताइए। അപ്പം ഇതിൽ നിന്ന് കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? हाँ वही है, बताइए। പറയൂ. यदि मनुष्य एक दूसरे की सहायता करते हैं तो हम साथ साथ चलेंगे। അതായത് മനുഷ്യർ മറ്റുള്ളവരെ സഹായിക്കുക, ഒരാളുടെ കഷ്ടപ്പാടിൽ അയാളെ സഹായിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അല്ലേ. बचे यदि मनुष्य एक दूसरे की सहायता करते हैं तो हम साथ साथ चलेंगे। अच्छा, इस कविता पर एक टिप्पणी का कुछ अंश भी हमने पढ़ा था। टिप्पणी किसने लिखी? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കവിത മാത്രമല്ല, കവിതയ്ക്കൊപ്പം ഇതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പിൻ്റെ കുറച്ച് ഭാഗവും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ടിപ്പണി എന്നാണ് അതിന് പറയുന്നത്. ആ ടിപ്പണി ആരായിരുന്നു എഴുതിയത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? बताइए। പറയൂ. हाँ सही है, नरेश सक्सेना। നരേഷ് സക്സേനയാണ് ഈ ടിപ്പണി, അതായത് ഈ കവിതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടിപ്പണി എഴുതിയത്. ഇദ്ദേഹമാണ് നരേഷ് സക്സേന. ठीक है, देखिए, हताशा से एक व्यक्ति बैठ गया था। विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी। അപ്പം നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നു എന്ന ആ കവിതയുടെ ഇതിൽ നരേഷ് സക്സേന എഴുതിയ ഒരു ടിപ്പണി. അത് ആരാണ്, ഈ കവിത ആരുടെയായിരുന്നു? വിനോദ് കുമാർ ശുക്ലിൻ്റെ അല്ലേ. पठित पाठ के आधार पर जरा बताइए कि नरेश सक्सेना के अनुसार प्रस्तुत कविता और कवि की विशेषताएं क्या क्या हैं? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നരേഷ് സക്സേന എങ്ങനെയായിരുന്നു ഈ കവിയെപ്പറ്റിയും കവിതയെപ്പറ്റിയും വിശേഷിപ്പിച്ചത്? ഈ കവിയുടെയും കവിതയുടെയും വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളൊന്ന് പറഞ്ഞേ. जरा एक एक करके बताइए। ഓരോന്നായിട്ട് നിങ്ങളൊന്ന് പറയൂ. आपने क्या कहा? हाँ ठीक है, बताइए। विनोद कुमार शुक्ल की कविताओं में मौलिकता है। അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ടിപ്പണിയിൽ എന്താണ് നരേഷ് സക്സേന പറഞ്ഞിരിക്കുന്നത്? വിനോദ് കുമാർ ശുക്ലക്ക് കവിതാമേ മൗലികത ഹേ, അതായത് ഒറിജിനാലിറ്റി ഉണ്ട്. അദ്ദേഹം ഒറിജിനൽ കണ്ടൻസ് ആണ്, അതായത് മറ്റൊന്നിനെയോ അനുകരിച്ചല്ല, അദ്ദേഹം ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. ठीक है, विनोद कुमार शुक्ल की कविताओं में मौलिकता है। देखिए बच्चों, मौलिकता का अर्थ क्या है? മൗലികതയുടെ അർത്ഥം എന്തായിരുന്നു? क्या है मौलिकता? हाँ, ओरिजिनलिटी। मौलिकता माने ओरिजिनलिटी। उनकी कविताओं में भाषा की स्वाभाविकता और सहजता है ना। अच्छा, अब हम आगे पढ़ेंगे। അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയിലെ ഭാഷയൊക്കെ വളരെ സരളവും ലളിതവുമായിരിക്കും. ഇനി നമുക്ക് കവിതയുടെ ബാക്കി ഭാഗം പഠിക്കാം. अब जरा पाठ भाग देख लीजिए। പാഠത്തിലേക്ക് നോക്കിക്കേ. व्यक्ति को मैं नहीं जानता था, हताशा को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है। यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते। देखिए बच्चों, यहाँ कवि उस व्यक्ति को नहीं जानते थे। അപ്പോൾ കുട്ടികളെ, ഇവിടെ കവിക്ക് ആ വ്യക്തിയെ അറിയില്ലായിരുന്നു. वे केवल उसकी निराशा को जानते थे। അദ്ദേഹത്തിന് ആ വ്യക്തിയുടെ നിരാശയെ പറ്റി മാത്രമേ അറിയുള്ളായിരുന്നു. ഒരു വ്യക്തി നിരാശനായിട്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ആ നിരാശ എന്ന അവസ്ഥയെപ്പറ്റി മാത്രമേ കവിക്ക് അറിയുള്ളായിരുന്നു, ആ വ്യക്തിയെ കവിക്ക് അറിയില്ലായിരുന്നു. अब जरा सोचिए कि किसी व्यक्ति को जानने की हमारी रूढ़ी या परंपरा क्या है? सोचकर बता। നിങ്ങൾ ഇനി ഒന്ന് പറഞ്ഞേ, നമ്മൾക്കൊരു മനുഷ്യനെ അറിയണമെങ്കിൽ എന്തൊക്കെയാണ് സാധാരണ നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നത്? ആ മനുഷ്യൻ എങ്ങനെയുള്ള ആളാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? പറയൂ. हाँ, हम लोग किसी व्यक्ति को उसके नाम से जानते हैं, है ना।
അപ്പം നമ്മൾ മറ്റൊരാളെ അറിയപ്പെടുന്നത് അയാളുടെ പേരിലായിരിക്കും അല്ലേ? ഇന്ന ആൾ ആരാണെന്ന് വെച്ചാൽ അയാളുടെ പേര് പറഞ്ഞായിരിക്കും നമ്മൾ അയാളെ അറിയുന്നത്. नाम से जानते हैं, कभी उसके पते, उम्र आदि से जानते हैं. ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അറിയാം. ഇപ്പോൾ ഈ പറയും ഇന്ന വീട്ടിലെ ആളാ അങ്ങനെ പറഞ്ഞ് നമുക്കറിയായിരിക്കും. ചിലപ്പോൾ ഉമ്ര എന്ന് പറഞ്ഞാൽ പ്രായം, ഇത്ര പ്രായമുള്ള ആളാ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരാളെ അറിയപ്പെടുന്നത് അല്ലേ? कभी ओहदे से भी जानते हैं, ये है ना. देखिए बच्चों, ओहदे माने क्या है? ओहदे जानते हो? ओहदा. അപ്പോൾ ചില സമയത്ത് ഓഹദ വെച്ചിട്ടും നമുക്കറിയാൻ പറ്റും. ഓഹദ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഓഹദ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പദവി. ചില ആൾക്കാർ ഇന്ന പൊസിഷനിൽ ഇരിക്കുകയായിരിക്കും അല്ലേ? ഇദ്ദേഹം ആ സ്ഥാപനത്തിൽ ഇന്ന പൊസിഷനിൽ ഇരിക്കുന്നു എന്ന പേരിലും അറിയപ്പെടും. അങ്ങനെ വ്യക്തികളെ നമ്മൾ പല രീതിയിലാണ് അറിയപ്പെടുന്നത്. माने पद, पदवी, पोजीशन. कभी कभी व्यक्ति उसकी जाति से भी जाना जाता है. तो बच्चों, एक व्यक्ति को जानने की परंपरागत तरीका क्या क्या है? അപ്പം ചില സമയത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജാതിയുടെ പേരിലും അറിയപ്പെടും. അപ്പം കുട്ടികളെ നിങ്ങൾ പറ, ഒരു വ്യക്തിയെ നമ്മൾ അറിയപ്പെടുന്ന ഒരു പാരമ്പരിക രീതി എങ്ങനെയാണ്? ഒരു വ്യക്തിയെ നമുക്ക് അറിയണമെങ്കിൽ എന്തൊക്കെ രീതിയിൽ അറിയപ്പെടാൻ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞേ. मनुष्य प्रायः नाम, पता, उम्र, ओहदा, जाति आदि के आधार पर एक दूसरे को जानते हैं. यही रूढ़ी या परंपरागत तरीका है. അപ്പം മനുഷ്യർ എങ്ങനെയൊക്കെ അറിയപ്പെടാം? ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര്, നാം വെച്ചിട്ടറിയും. പ്രായം, ഉമ്ര എന്ന് പറഞ്ഞാൽ പ്രായം. ഓഹദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതിലും പൊസിഷനിൽ ഇരിക്കുകയാണെന്ന് വെച്ചായിരിക്കും നമ്മൾ അറിയുന്നത്. ജാതി, ആദിക്ക് ആധാർ പർ ഏക് ദൂസരേക്കോ, ഈ ഇന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു മനുഷ്യൻ അറിയപ്പെടുന്നത്. ഈ രൂതിയ പരമ്പരാഗത തരീഹായ, ഒരു മനുഷ്യനെ നമ്മൾ അറിയുന്നതിൻ്റെ പരമ്പരാഗത രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ओहदा, जाति आदि के आधार पर एक दूसरे को जानते हैं. यही रूढ़ी या परंपरागत तरीका है. अब बताइए, कवि यहाँ व्यक्ति को जानने की रूढ़ी या परंपरागत तरीके को कैसे तोड़ देते हैं? അപ്പോൾ ഇവിടെ കവി എങ്ങനെയാണ്, ഒരു പരമ്പരാഗത രീതിയിലല്ല അല്ലേ ഇവിടെ വ്യക്തിയെ പരിചയപ്പെടുന്നത്? അതായത് അദ്ദേഹത്തിന് ഒരു പരിചയം ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ പരമ്പരാഗത രീതിയെ കവി ഭിന്നിക്കുന്നത്? देखिए बच्चों, यहाँ रूढ़ी का अर्थ क्या है? क्या है रूढ़ी? सर आप पाठ्य पुस्तक का शब्दकोश देखिए. അപ്പോൾ രൂഢി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമുക്ക് ശബ്ദകോശത്തിൽ നോക്കാം. പാരമ്പര്യം, പരമ്പരാഗതം എന്നൊക്കെയുള്ള അർത്ഥമാണ് രൂഢി. ബഹുത് ദിനോസെ ചലി ആയി ഹുയി പ്രഥ, അതായത് വർഷങ്ങളായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതാണല്ലോ പാരമ്പര്യം. അപ്പം റൂട്ടി എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്നാണ്, അല്ലെങ്കിൽ ട്രഡീഷൻ എന്നാണ് അർത്ഥം. रूढ़ी बहुत दिनों से चली आई हुई प्रथा, माने പാരമ്പര്യം, ട്രഡീഷൻ. കുഞ്ഞുങ്ങളെ, സാധാരണ രീതിയിൽ സമൂഹത്തിൽ ഒരു വ്യക്തിയെ തിരിച്ചറിയുന്ന പരമ്പരാഗതമായൊരു രീതിയുണ്ട്. എന്തൊക്കെയാ? എങ്ങനെയാ നമ്മളൊരു വ്യക്തിയെ തിരിച്ചറിയുന്നത്? പേര് പറയും, അയാളുടെ വിലാസം പറയും, വയസ്സ് പറയും, പദവി എന്താണെന്ന് പറയും, ജാതി എന്താണെന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെയാണല്ലേ ഒരാളിനെ തിരിച്ചറിയുക. എന്നാൽ ഇതാണോ ശരിയായ രീതി? ആണോ? ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെയാ തിരിച്ചറിയേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. कवि के अनुसार हमें किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से जानना चाहिए. അപ്പം നമ്മൾ കവി പറയുന്നത് നമ്മളൊരു മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയണമെന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ നിരാശ, അതുപോലെ തന്നെ ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ എന്ന് തന്നെ അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ അസഹായത, അതായത് സഹായം ഒന്നും കിട്ടാത്ത ഹെൽപ്ലെസ് ആയിട്ടിരിക്കുന്ന ടൈംസ് ഇല്ലേ ആളുകൾ, അങ്ങനെയുള്ള സമയത്ത് അവരെ തിരിച്ചറിയണം. അവർക്ക് സങ്കടം, അതായത് ആൾക്കാർ സങ്കടപ്പെട്ടിരിക്കുന്നവരെ സങ്കടത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് മനുഷ്യനെ തിരിച്ചറിയപ്പെടേണ്ടതെന്നാണ് കവി പറയുന്നത്. देखिए बच्चों,
कवि के अनुसार किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से जानना चाहिए। यहाँ कवि का कथन कितना सही है। देखिए बच्चों, कवि के अनुसार जानने का मतलब है कि एक दूसरे की असलियत को समझना, एक दूसरे की असलियत को समझना। ആ അപ്പം കവി പറയുന്നത് എന്താണ്? കവിക്ക് അനുസാർ മറ്റൊരാളെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? ഏക് ദൂസരേക്ക് അസ്ലിയത്ത് കോ സമജ്ന, യാഥാർത്ഥ്യം. അസ്ലിയത്ത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവരുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക. ഓർ ആവശ്യകതയ്ക്ക് അനുസാർ സഹായത് കരണം, ആവശ്യമനുസരിച്ച് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക. ഇതാണ് കവി പറയുന്നത്. और आवश्यकता के अनुसार सहायता करना, इसका अर्थ क्या है बताइए? ഇതിൻ്റെ അർത്ഥം എന്താണ്? हाँ, यदि हम किसी व्यक्ति को उसकी निराशा या असहायता से नहीं जानते तो हम कुछ नहीं जानते। तो बच्चों, इस कविता का संदेश जरा अपने शब्दों में बताइए। कौन बता? അപ്പം നമ്മളൊരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ നിരാശയും സങ്കടാവസ്ഥയിലും എല്ലാം തിരിച്ചറിയിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സഹായം നൽകണമെന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ കവിതയുടെ സന്ദേശം നിങ്ങൾ നിങ്ങളുടെ വാക്കിലൊന്ന് പറഞ്ഞു നോക്കൂ. बताएंगे? कौन बताएंगे? ആര് പറയും? हाँ बताइए। हाँ वही है, देख लीजिए बच्चों, किसी के दुख में संवेदना के साथ मदद करना। അപ്പം മറ്റൊരാളുടെ ദുഃഖത്തിൽ അത് നമ്മളുടെ ദുഃഖമാണെന്ന് മനസ്സിലാക്കി സമവേദന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എമ്പതിയാണ്. അതായത് മറ്റൊരാൾക്കുണ്ടാകുന്നൊരു അവസ്ഥ അത് നമുക്കും ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി. അപ്പോൾ ആ ഒരു രീതിയിൽ സമവേദന ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് സഹായം നൽകണം. അതായത് മറ്റൊരാൾക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ സമവേദനയോടെ അവരെ സഹായിക്കണം. मनुष्य को मनुष्य की तरह जानना, മനുഷ്യനെ മനുഷ്യനെ പോലെ അറിയണം. आप पाठ्य पुस्तक का ये प्रश्न देखिए। നമുക്ക് പാഠഭാഗത്തിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. जानना शब्द की लेखक की व्याख्या से आप कहाँ तक सहमत हैं? അപ്പോൾ ജാന്ന ശബ്ദ്, ജാന്ന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അറിയുക എന്നുള്ള അർത്ഥമാണ് അല്ലേ? देखिए बच्चों, इस प्रश्न का उत्तर लिखने से पहले जरा मेरे इस प्रश्न का उत्तर बताइए बच्चों। मान लें അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതുന്നതിന് മുമ്പ് ടീച്ചറിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം നൽകുക. कि सड़क पर किसी अपरिचित व्यक्ति को अपने घायल पड़े देखा, आप क्या करेंगे? क्या आप ऐसा कहेंगे कि അപ്പോൾ റോഡിൽ ഒരു വ്യക്തി മുറിവേറ്റ് കിടക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? क्या आप ऐसा कहेंगे कि उसे हम नहीं जानते और चुपचाप चले जाएंगे? നിങ്ങൾക്ക് അയാളെ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു പോവുമോ? അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്? क्या करेंगे? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കുഞ്ഞുങ്ങളെ, റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു അപരിചിതനെ നിങ്ങൾ കാണുകയാണ്. എന്ത് ചെയ്യും നമ്മൾ? देखिए प्रश्न एक बार फिर देखिए। जानना शब्द की लेखक की व्याख्या से आप कहाँ तक सहमत हैं? അപ്പോൾ ജാന്ന ശബ്ദ്, അതായത് അറിയുക എന്നുള്ള ആ ശബ്ദത്തിൽ ലേഖകൻ ജാന്ന എന്ന് പറഞ്ഞ ശബ്ദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിനെ പറ്റി നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു? ആ ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിനെ പറ്റി. अब इस प्रश्न का उत्तर जरूर आप लिख सकते हैं, है ना? जरा सोच समझ कर ही लिखना। कोई संदेह हो तो अपनी अध्यापिका से जरूर पूछ लें। അപ്പം നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നന്നായി ചിന്തിച്ച് എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപികയോട് ചോദിക്കുക. लिखकर उन्हें दिखाना न भूलें. കുഞ്ഞുങ്ങളെ, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി നിങ്ങളുടെ ടീച്ചറിനെ കാണിക്കാൻ മറക്കരുത് കേട്ടോ. प्रश्न एक बार फिर देखिए। जानना शब्द की लेखक की व्याख्या से आप कहाँ तक सहमत हैं? आगे हम
पाठभाग देख लें। അപ്പം നിങ്ങൾ ഈ അറിയുക എന്നുള്ള വാക്കിൻ്റെ എത്ര, അതായത് കവി ജാന എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചതിനോട് എത്രമാത്രം യോജിക്കുന്നു? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഉറപ്പായിട്ടും എഴുതി അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുക. पन्ना संख्या 16 देखिए। ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ये नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. അപ്പം പാഠഭാഗത്തിൽ പറയുന്നുണ്ട്, വഹ് മുझे नहीं जानता था ഹാത്ത് ബഡാനേക്കോ ജാനതാ था. നമ്മൾ കവിതയിൽ പഠിച്ചല്ലേ, അതായത് അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ലായിരുന്നു, അദ്ദേഹത്തിന് എൻ്റെ നേരെ കൈ നീട്ടാൻ മാത്രമായിരുന്നു അറിയായിരുന്നത്. ഹം ഏക് ദൂസരേക്കോ നെഹി ജാനത, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലന ജാതത്തെ, അതായത് ഒത്തൊരുമിച്ച് പോകാനായിരുന്നു അറിയാവുന്നത്. ഇഹ് നെഹി ജാന ഓർ ജാന, അതായത് കവിതയിൽ എന്താണ് റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ജാന എന്നുള്ള അറിയുക എന്നുള്ള ഈ വാക്ക്. നെഹി ജാന ഓർ ജാന കവിതാമേ കിസി ലോകഗീത് കെ സ്ഥായി കി തര ബാർ ബാർ ലൗട്ടെ ഹെ. ലോകഗീത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നാടൻ പാട്ട്. അപ്പം ചില നാടൻ പാട്ടിലെ കൂട്ട് സ്ഥായി ആയിട്ടാണ് ഈ ജാന, അതായത് റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ജാന, നെഹി ജാന എന്നുള്ള ഈ വാക്കുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് വാക്കുകളാണ്. അപ്പം ഇത് നാടൻ പാട്ടുകളിൽ ഇതുപോലെ വരികൾ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പം നരേഷ് സക്സേന ഈ ടിപ്പണിയിൽ എഴുതിയിരിക്കുകയാണ്, കവിതയിൽ ഇങ്ങനെ ജാന നെഹി ജാന എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നാടൻ പാട്ടിൽ സ്ഥായി ഉപയോഗിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെന്ന്. काव्यशिल्प क्या है? കാവ്യശില്പം എന്നാൽ എന്താണ്? इस पर हमने पिछले क्लास में थोड़ी चर्चा की है, याद है ना? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റിയും ചർച്ച ചെയ്തിരുന്നു. ഒരു കവി അദ്ദേഹത്തിൻ്റെ ചിന്തകളെല്ലാം അതേമാതിരി, അതായത് അദ്ദേഹത്തിൻ്റെ എഴുതുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മളിലേക്ക് വായനക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി കവിതയിലൂടെ എഴുതി ഫലിപ്പിക്കുന്നതിനെയാണ് കാവ്യശില്പി എന്ന് പറയുന്നത് അല്ലേ? क्या है काव्य शिल्प? हाँ बताइए. प्रत्येक लेखक की अपनी अभिव्यक्ति शैली होती है. वे शब्दों को एक निश्चित क्रम में रख लेते हैं. किसके लिए? हाँ, उनकी प्रभाव क्षमता बढ़ाने के लिए, अधिकाधिक असर या प्रभाव डालने के लिए. കവിതയുടെ അർത്ഥം കൂടുതൽ അതായത് ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടി അതിൽ ശബ്ദങ്ങളൊക്കെ ക്രമങ്ങളിൽ എഴുതുകയും, അതായത് ആ കവിത എഴുതുന്ന ഒരു രീതിയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ठीक है ना? देखिए बच्चों, काव्य से संबंधित एक और शब्द का प्रयोग हुआ है, देख लिया है ना? क्या है? हाँ बताइए. हाँ, वही लोकगीत में कुछ शब्द स्थायी रूप में आते हैं. क्या है? നമ്മൾ ഇവിടെ കവിതയെ പറ്റി മറ്റൊരു കാര്യമായിരുന്നു ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ്? ലോകഗീതമേ സ്ഥായി രൂപമേ ആത്തേഹ, അതായത് നാടൻ പാട്ടുകളിലെ കൂട്ട് സ്ഥായി രൂപങ്ങൾ ഈ കവിതയിലും ഉണ്ട്. അപ്പം എന്താണ് സ്ഥായി എന്നാണ് ചോദിക്കുന്നത്. स्थायी बता सकते हो? നിങ്ങൾക്ക് പറയാൻ स्थायी का പറ്റുമോ? मतलब क्या है? उदाहरण के लिए मलयालम का ये लोकगीत सुने. അപ്പോൾ സ്ഥായി എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാനായിട്ട് മലയാളത്തിലെ ഈ ഒരു കവിത കേട്ട് നോക്കാം. താനാ തിന തന്താനം താനാ തന്താനേ താനാ തിന തന്താനം താനാ. ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലംബോ ആയുഗത്തിൽ. ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലംബോ ആയുഗത്തിൽ. ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലംബോ ആയുഗത്തിൽ. ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലംബോ ആയുഗത്തിൽ. തെയ്യരയം തെയ്യരയം തെയ്യര തെയ്യര തെയ്യരയം 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 തെയ്യര തെയ്യര തെയ്യരയം. തന്താനേ താനാ തിന തന്താനം താനാ തന്താനേ താനാ തിന തന്താനം താനാ. देखिए, इस लोकगीत में कौन से शब्द बार बार आते हैं? അപ്പം ഈ ലോകഗീത് എന്ന് പറയുന്നത് എന്താ പറയുക? നാടൻ പാട്ടല്ലേ. അപ്പം നമ്മൾ കേട്ടതൊരു മലയാളത്തിലെ ഒരു പേര് കേട്ട നാടൻ പാട്ടാണ്. അപ്പോൾ ഈ നാടൻ പാട്ടിൽ ഏത് ശബ്ദമാണ്
റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, തുടർച്ചയായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്? बताइए। പറയൂ. हाँ हाँ, तंदाने ताना तिन तंदानम ताना, हाँ वही है। ऐसे शब्दों को क्या कहते हैं? स्थायी कहते हैं। അപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദത്തെയാണ് സ്ഥായി എന്ന് പറയുന്നത്. तो स्थायी क्या है? അപ്പോൾ സ്ഥായി എന്താണ്? बताइए, क्या है स्थायी? लोकगीतों में बार बार आने वाले शब्दों को स्थायी कहते हैं। അതായത് നാടൻ പാട്ടുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാക്കുകളെയാണ് സ്ഥായി എന്ന് പറയുന്നത്. तो बच्चों, इस कविता में भी 2 शब्द बार बार आए हैं, बता सकते हैं क्या वे शब्द? അപ്പം നമ്മൾ പഠിച്ച കവിതയിലും ഹതാശ ഏക് വ്യക്തി ബൈഠ് ഗയാ ഹെ ആ കവിതയിലും എന്താണ് 2 വാക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് ഏതാണെന്ന് പറയാൻ പറ്റുമോ? हाँ हाँ, बताइए। वही है, जानना और नहीं जानना। अच्छा ठीक है, जानना। നമ്മുടെ കവിതയിൽ ഏതായിരുന്നു? ജാന ഓർ നെഹി ജാന, ഈ വാക്കുകളും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണല്ലേ. അപ്പോൾ ഇവിടുത്തെ സ്ഥായി ആയിട്ട് തോന്നിയ വാക്കുകൾ ഏതാണ്? ജാന ഓർ നെഹി ജാന. और नहीं जानना, देखिए ऐसी पंक्तियां देखिए, वो मुझे नहीं ഓക്കെ, നമുക്ക് കൂടുതൽ മനസ്സിലാവാനായിട്ട് നമ്മുടെ പാഠഭാഗത്തിൽ ഈ വരികൾ ഒന്നുകൂടി നോക്കാം. जानता था, हताशा को जानता था। കണ്ടോ, ഇവിടെ വോ മുച്ചെ നെഹി ജാൻതാത്ത ഹതാശ കോ ജാൻതാത്ത, ജാൻതാത്ത 2 വട്ടം വരുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था। അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരുന്നു, എൻ്റെ കൈ പിടിക്കുന്നതിനെ പറ്റി. അതായത് ഇവിടെയും ജാൻതാത്ത എന്ന് പറഞ്ഞ വാക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സ്ഥായി, നാടൻ പാട്ടിലെ സ്ഥായി പോലെ ഉപയോഗിക്കുന്നു എന്നാണ് ടിപ്പണിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനുള്ള എക്സാമ്പിളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ വാക്കുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതെന്നുള്ളത്. दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे। आप समझ गए ना? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ इसका मतलब क्या है? സ്ഥായി എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. एक कविता के शिल्प की विशेषता भी है। कविता के शिल्प की और एक विशेषता जरा देखिए, गद्य में लिखी അപ്പോൾ ഒരു കവിതയുടെ നിർമ്മിക്കുമ്പോഴുള്ള വിശേഷതകളാണ് നമ്മൾ കണ്ടത്. ഇനി മറ്റൊരു വിശേഷത കൂടെ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है, याद नहीं आ रहा है। यहाँ भी टिप्पणीकार प्रस्तुत कविता की एक और विशेषता बताते हैं। അപ്പോൾ വീണ്ടും എന്താണ് നമ്മുടെ ഈ കവിതയെപ്പറ്റി, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കവിതയെപ്പറ്റി ടിപ്പണികാർ, അതായത് വിശകലനക്കുറിപ്പ് എഴുതിയ ആൾ ആരായിരുന്നു? നരേഷ് സക്സേന. വീണ്ടും ആ കവിതയുടെ മറ്റൊരു പ്രത്യേകതയാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? बता सकते हैं क्या? हाँ, आपने क्या बताया? ये तो गद्य कविता है। ഇതൊരു ഗദ്യ കവിതയാണല്ലേ. നമ്മുടെ ഈ हताशा से നിരാശ ഹോക്കർ ബൈഠ് ഗയ ഏക് വ്യക്തി, ഹതാശ സെ ബൈഠ് ഗയ ഏക് വ്യക്തി എന്ന് പറഞ്ഞത് ഒരു ഗദ്യ കവിതയാണ്. देखिए बच्चों, गद्य कविता माने क्या है? ഗദ്യ കവിത എന്താണ്? गद्य रूप में लिखी गई कविता। ഗദ്യ രൂപത്തിൽ എഴുതുന്ന കവിതയാണ് ഗദ്യ കവിത എന്ന് പറഞ്ഞത്. അതായത് ആളുകൾക്ക് നമ്മൾ എന്താണ് സ്ഥിരമായിട്ട് നോർമലി യൂസ് ചെയ്യുന്ന വാക്കുകൾ വെച്ച് എഴുതുന്ന കവിതയായിരിക്കും. അതുപോലെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അതും ഒരു നോവൽ പോലെ, ഷോർട്ട് സ്റ്റോറി പോലെയൊക്കെ ആയിരിക്കും ഉള്ള അങ്ങനെയുള്ള കവിതകളെയാണ് ഗദ്യ കവിത എന്ന് പറയുന്നത്. क्या है? गद्य रूप में लिखी गई कविता। गीतात्मकता माने क्या है? ഗീതാത്മകത എന്നാൽ എന്താണ്? हाँ बताइए। गाने योग्य पंक्तियां, गानात्मकता। അതായത് ഈ ഗാനത്തിന് ചേരുന്ന വരികൾ വെച്ചിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഗീതാത്മകത എന്ന് പറയുന്നത്. അപ്പോൾ ഗീതാത്മകതയുള്ള കവിതയാണ് ഇതെന്നാണ് ടിപ്പണികാർ പറഞ്ഞിരിക്കുന്നത്. गीतात्मकता माने गाने योग्य पंक्तियां, गानात्मकता। तो इस कविता के शिल्प की एक और विशेषता क्या है? या गद्य कविता। അപ്പോൾ ഈ കവിതയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്?
യഹ് ഗദ്യ കവിത ഇത് ഗദ്യ കവിതയാണ് ഞാൻ പറഞ്ഞു. അതായത് സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ വെച്ച് എഴുതിയിരിക്കുന്ന കവിതയാണ്. അതും ഒരു കവിതയുടെ രൂപത്തിനേക്കാൾ കൂടുതൽ ഒരു നോവൽ പോലെ ഒക്കെ എഴുതുന്ന ഒരു കവിതയാണ് ഗദ്യ കവിത. ഫിർ ബി ഇസ്മേ ഗീതാത്മകത ഹെ, അതായത് ഗദ്യ രൂപത്തിൽ എഴുതിയിട്ട് കൂടി ഈ എന്താണ് കവിതയിൽ ഗീതാത്മകത ഉണ്ട്. है फिर भी इसमें गीतात्मकता है. आगे टिप्पणीकार प्रस्तुत कविता की तुलना किसी गजल से भी करते हैं. गजल का नाम सुना? അപ്പോൾ പിന്നീട് നോക്കുമ്പോൾ ഈ കവിതയെ ഗസലിനുമായിട്ട് തുലനം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഗസലിനോട് പോലെയുള്ള കവിതയാണ് ഇതെന്ന് നമ്മുടെ ടിപ്പണിക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ കവിത. അപ്പോൾ ഗസൽ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? है ना? ये गजल क्या है? ഗസൽ എന്താ? सुना है? ഗസൽ കേട്ടിട്ടുണ്ടോ? हाँ, ये तो एक प्रकार की कविता है. ഗസലും എന്താണ് ഒരു തരത്തിലുള്ള കവിത തന്നെയാണ്. इसमें गाने योग्य पंक्तियां होती हैं. कुछ पंक्तियां बार बार गाने से सुनने वाले उन्हें जल्दी ही याद करते हैं. അപ്പം ഇതിൽ ഗാനത്തിന് ചേരുന്ന രീതിയിലുള്ള വരികളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വരികൾ എന്താണ് അതിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കും ഈ ഗസലിൽ. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പാടുന്നതുകൊണ്ട് തന്നെ ആ വരികൾ നമ്മളിങ്ങനെ കേട്ട് 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 നമുക്ക് കേൾക്കുന്നവർക്ക് സുന്നെ വരെ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ഓർമ്മയിലിരിക്കും. അങ്ങനെയുള്ള കവിതകളാണ് ഗസൽ. ठीक है ना? हाँ, കുഞ്ഞുങ്ങളെ ഗസൽ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതിൽ ആവർത്തിച്ചു വരുന്ന ചില വരികൾ നമ്മൾ അറിയാതെ മനപ്പാഠമാക്കാറില്ലേ? നമ്മളത് ഏറ്റുചൊല്ലാറില്ലേ? आप लोग पंकज उधास, जगजीत सिंह आदि लोगों के नाम कहीं सुने हैं? അപ്പം നിങ്ങൾ പങ്കജ് ഉദാസ്, ജഗദീത് സിംഗ് എന്നുള്ള ആളുകളുടെ പേര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. वे प्रसिद्ध गजल गायक हैं. ഇവരെല്ലാം പ്രസിദ്ധരായ ഗസൽ ഗായകന്മാരാണ്. तो टिप्पणीकार प्रस्तुत कविता की एक और विशेषता बताते हैं. किसी गजल की कुछ पंक्ति അപ്പം ടിപ്പണിക്കാർ എന്താണ് ഈ കവിതയെപ്പറ്റി മറ്റൊരു പ്രത്യേകത കൂടി പറയുന്നത്. എന്തായിരുന്നത്? കിസി ഗസൽ കെ കുച്ച് പങ്ക്തിയോ കാ അന്തിമ ശബ്ദ സുന്നേ വാലെ യാദ് കർത്തേ ഹെ. അതായത് ഗസലിൻ്റെ അവസാന വരികൾ എത്തുമ്പോൾ അത് കേൾക്കുന്നവരത് ഓർത്തിരിക്കും. കാരണം അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഉസി പ്രഹാർ പ്രസ്തുത് കവിത മേ ബി സുന്നേ വാലെ ജാൻതേ തേ ശബ്ദ കോ യാദ് കർത്തേ ഹെ. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഈ കവിത കേൾക്കുന്നവരും ജാൻതേ തേ എന്ന ശബ്ദം ഓർത്തിരിക്കും. കാരണം അത് ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗസലുകളിലെ അവസാന വരികൾ നമ്മൾ ഓർത്തിരിക്കുന്നത് പോലെ ഈ കവിതയിലും ജാൻതേ തേ എന്ന ശബ്ദം ആളുകൾ ഓർത്തിരിക്കുമെന്നാണ് ടിപ്പണിക്കാർ പറയുന്നത്. दियों का अंतिम शब्द सुनने वाले याद करते हैं. उसी प्रकार प्रस्तुत कविता में भी सुनने वाले जानते थे शब्द को याद करते हैं. अब बच्चों, आपके सामने पाठ्य पुस्तक का एक प्रश्न रख देती हूँ. जरा देखिए. कविता നമുക്ക് പാഠഭാഗത്തിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാം. के शिल्प पक्ष पर लेखक के निरीक्षण क्या क्या है? അപ്പോൾ കവിതയുടെ നിർമ്മിതിയെ പറ്റിയുള്ള ലേഖകൻ്റെ, അതായത് ഈ ടിപ്പണിക്കാർ നരേഷ് സക്സേനയുടെ നിരീക്ഷണം എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് അദ്ദേഹം കവിതയെപ്പറ്റി, കവിത സൃഷ്ടിച്ചതിനെ പറ്റി നിരീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? एक एक करके बताइए. ഓരോന്നായിട്ട് പറയൂ. हाँ, बताइए आप. कविता में जानना शब्द का प्रयोग बार बार हुआ है. तो किसी लोग അപ്പം കവിത എന്താണ് ടിപ്പണിയിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ജാന എന്ന് പറഞ്ഞ ശബ്ദം റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നല്ലേ. എഹ്തോ കിസി ലോകഗീത് കെ സമാൻ ഹേ. ലോകഗീത് എന്താ? നാടൻ പാട്ട്. അപ്പോൾ ഒരു നാടൻ പാട്ടുകളുടെ സമാനതയുള്ളതാണെന്ന് വെച്ചാൽ നാടൻ പാട്ടിൽ ഇതുപോലെ സ്ഥായി എന്ന് പറഞ്ഞ അതായത് റിപ്പീറ്റഡായിട്ട് വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു നാടൻ പാട്ടിൻ്റെ സമാനതയുണ്ടെന്ന് പറയുന്നുണ്ട്. എഹ്തോ ഗസൽ കി കുച്ച് പങ്ക്തിയോं के अंतिम शब्द के समान है. ഇത് അതുപോലെ തന്നെ ഈ കവിത ഗസലിന് പോലെ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഗസലിലെ കുറച്ച് അവസാന വരികൾ എത്തുമ്പോൾ അത് റിപ്പീറ്റഡായിട്ട് പാടുന്നതുകൊണ്ട് തന്നെ കേട്ടിരിക്കുന്നവർ പെട്ടെന്ന് ഓർത്തിരിക്കും. അതുപോലെ തന്നെ ഈ കവിതയിലും ജാൻതേ തേ എന്നുള്ള ശബ്ദം റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആളുകൾ ഓർത്തിരിക്കുമെന്ന് പറയുന്നുണ്ട്.
ഇസ് ഗദ്യ കവിതാമേ ഗീതാത്മത ബി ഹെ. ഇതൊരു ഗദ്യ കവിതയാണ്, എന്നിട്ട് കൂടി ഇതിൽ ഗീതാത്മകത ഉണ്ട്. അതായത് ഒരു സാധാരണ കവിതയിൽ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലല്ല, ഈണത്തിൽ ഉള്ള ഒരു രീതിയിലല്ല ഈ കവിത പോയിരിക്കുന്നത്. ഇതൊരു ഗദ്യ രൂപത്തിലാണ്, അതായത് ഒരു എഴുത്ത് രൂപത്തിലാണ്, സാധാരണ ഭാഷ ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് കൂടി ഈ കവിതയ്ക്ക് ഒരു ഈണമുണ്ട്, ഗീതാത്മകതയുണ്ട്. ओ गीत के समान है, ये तो गजल की। अब प्रश्न एक बार फिर देखिए, कविता के शिल्प पक्ष पर। അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഈ കവിതയുടെ സൃഷ്ടിയെ പറ്റി എന്തൊക്കെയാണ് ടിപ്പണികാർ നിരീക്ഷിച്ചിരിക്കുന്നത്, എന്തൊക്കെ പോയിന്റ്സ് ആണ്? നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തു. ഒന്നുകൂടി നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ നോക്കൂ. लेखक के निरीक्षण क्या क्या हैं? अब आप इस प्रश्न का उत्तर आराम से लिखिए. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം വിശദീകരിച്ച് എഴുതുക. എന്നിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. अपने अध्यापिका को जरूर दिखाएं. കുഞ്ഞുങ്ങളെ, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി നോക്കുക. ചോദ്യം ഒരിക്കൽ കൂടി നോക്കണം. कविता के शिल्प पक्ष पर लेखक के निरीक्षण क्या क्या हैं? अब हम प्रस्तुत टिप्पणी के अंतिम भाग की ओर चलें. जरा देखिए. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടിപ്പണിയുടെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം. कविता का संदेश है कि दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. അപ്പോൾ ഈ കവിതയുടെ സന്ദേശത്തെ പറ്റിയാണ് അവസാനം പറയുന്നത്. കവിതയുടെ സന്ദേശം എന്താണ്? ദോ മനുഷ്യക്കോ ബീച്ച് മനുഷ്യത കാ എഹ്സാസ് യാനി മാനവീയ സംവേദൻ ഹോന സറൂരി ഹെ. അതായത് രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിൻ്റെ തിരിച്ചറിവുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. സറൂരി എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യമാണ്. ജാൻകാരിയാം ജറൂരി നഹി ഹെ. അതായത് ഒരാളെ പറ്റി അറിയുക എന്നുള്ളത് അതിനെപ്പറ്റി, എന്നാൽ ഒരാളെ പേഴ്സണലായിട്ട് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി മനുഷ്യത്വമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതെന്നാണ് ഈ കവിതയുടെ സന്ദേശം പറയുന്നത്. ജാൻകാരിയാം ജറൂരി നഹി ഹെ. കുഞ്ഞുങ്ങളെ, മനുഷ്യനും തമ്മിൽ മാനുഷികമായ വികാരങ്ങളാണ് വേണ്ടത്. വ്യക്തിപരമായ ചിന്തകൾ അതിന് ആവശ്യമുണ്ടോ? ഇല്ല. അതായത് മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയുക, മനുഷ്യനെ പോലെ തിരിച്ചറിയുക. कविता के संदेश के बारे में टिप्पणीकार क्या बताते हैं? बता सकते हैं? അപ്പോൾ കവിതയുടെ സന്ദേശത്തെ പറ്റി ടിപ്പണികാർ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? हाँ, मनुष्य को मनुष्य की तरह जानना. അപ്പം ടിപ്പണിയിൽ പറയുന്നത് എന്താണ്? കവിതയുടെ സന്ദേശം എന്താണ്? മനുഷ്യനെ മനുഷ്യനായിട്ട് തിരിച്ചറിയുക. अच्छा, ठीक है. मनुष्य को मनुष्य की तरह जानने के लिए व्यक्तिगत जानकारियां जैसे नाम, हाँ, पते, हाँ बताइए, पद, जाति आदि की जरूरत नहीं है. അപ്പം മനുഷ്യനെ മനുഷ്യനായിട്ട് തിരിച്ചറിയാൻ, അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല. അതായത് പേര്, വിലാസം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ജാതി അല്ലെങ്കിൽ പദവി, ഇതൊന്നും അറിയണമെന്നില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് തിരിച്ചറിയാൻ ഇങ്ങനത്തെ വ്യക്തിപരമായ കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല. कविता की विशेषता यह भी है कि कविता का संदेश दो पात्रों के बीच स्वाभाविक रूप से व्यक्त किया गया है. കവിതയുടെ മറ്റൊരു പ്രത്യേകത, കവിതയുടെ സന്ദേശം രണ്ട് കഥാപാത്രങ്ങളിലൂടെ സ്വാഭാവികമായിട്ടാണ് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഈ കവിതയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണത്? രണ്ട് വ്യക്തികളിലൂടെയാണ് കവി ഈ കവിതയുടെ സന്ദേശം നമ്മളിലേക്ക് എത്തിക്കുന്നത്. अब बच्चों, घर में बैठकर कविता और टिप्पणी बार बार पढ़ें. कहीं कोई संदेह हो तो अपनी अध्यापिका से पूछना न भूलें. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ വീട്ടിലിരുന്ന് ഈ കവിത, അതുപോലെ കവിതയെ പറ്റിയുള്ള ഈ ടിപ്പണി, ഇത് രണ്ടും വായിക്കുക. റിപ്പീറ്റഡായിട്ട് വായിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നിടം വരെ വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ഉറപ്പായും ചോദിക്കുക. अब हम इस टिप्पणी के आधार पर इस कार्यपत्रिका यानी वर्कशीट की पूर्ति करें.
देखिए ഓക്കെ, നമുക്കിനി ഈ ടിപ്പണി വെച്ചിട്ട് ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാം. നോക്കിക്കേ. वर्कशीट जानने के रूढ़िग्रस्त आधार क्या क्या हैं, जानने के असली आधार क्या. അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ജാനേക്ക് രൂഢീഗ്രസ്ത ആധാർ. നമ്മൾ പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യനെ അറിയുക എന്നുള്ളതും ജാനേക്ക് അസ്ലി ആധാർ യഥാർത്ഥത്തിൽ ഒരാളെ അറിയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. क्या है, इसकी पूर्ति सोच समझकर करें और अध्यापक അപ്പം നിങ്ങൾ ചിന്തിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിക്കുക. अभिका को दिखाएं. वर्कशीट की पूर्ति का एक उदाहरण मैं बताऊंगी, जरा देखिए. ഓക്കെ, വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ തരും, ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ രൂഢീഗ്രസ്ത ആധാർ, അതായത് പരമ്പരാഗത രീതി എന്ന് പറഞ്ഞാൽ നാംസേജ് ആണ്. ഒരാളെ അറിയണമെങ്കിൽ അയാളുടെ പേര് അറിയണമെന്ന് നമ്മൾ പരമ്പരാഗത രീതിയിൽ പറയും. പക്ഷേ യഥാർത്ഥ എന്ന് വെച്ചാൽ എന്താണ്, മനുഷ്യനെ അറിയാനുള്ളൊരു കാര്യം കിസിക്ക് ദുഃഖോ ജന, മറ്റൊരാളുടെ ദുഃഖത്തെ അറിയുക. അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ അറിയുക എന്നുള്ളതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു എക്സാമ്പിളാണ്. जानने के रूढ़िग्रस्त आधार, देखिए नाम से जानना, जानने के असली आधार, किसी के दुख को जानना. വർക്ക്ഷീറ്റ് പൂർത്തിയാക്കി ടീച്ചറെ കാണിക്കാൻ മറക്കരുത് കേട്ടോ. मनुष्य को जानने का असली आधार क्या है, इसके लिए एक उदाहरण भी बताऊं. देखिए, जानते हो इस മനുഷ്യനെ അറിയാനുള്ളതിൻ്റെ യഥാർത്ഥ രീതി അതെന്താണ്, അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന ഈ വ്യക്തിയെ നിങ്ങൾക്കറിയാവോ? से नहीं जानते हो, അറിയാമോ? विष्णु कुमार है. केरल में करीब 100 साल के बाद आई बाढ़ से लाखों लोग संकट में पड़ गए. അപ്പോൾ ഇത് വിഷ്ണുകുമാറാണ്. കേരളത്തിൽ ഒരുപാട് നാൾക്ക് ശേഷം വന്ന പ്രളയത്തിൽ, അതായത് നമുക്ക് പ്രളയം ഉണ്ടായ കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ? ആ പ്രളയത്തിൽ നമ്മുടെ മനുഷ്യരെല്ലാം ദുഃഖിച്ചിരുന്നപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തത്? मध्य प्रदेश से केरल आकर कंबल और चादर बेचने वाले विष्णु कुमार ने अपने पास के कंबल और चादर संकट में पड़े लोगों को देने का निश्चय किया. അങ്ങനെ ഈ വിഷ്ണുകുമാർ മധ്യപ്രദേശിൽ നിന്ന് വന്നതാണ് കേരളത്തിലേക്ക്. എന്തിന്? കമ്പിളിയൊക്കെ വിൽക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പ്രളയം ഉണ്ടായ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പക്കലുള്ള അതായത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന എല്ലാ കമ്പിളിയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തു. इस तरह के कितने ही लोगों के उदाहरण हमारे सामने हैं. इनका काम केवल मनुष्यता पर ही आधारित है. അപ്പോൾ ഇതുപോലെയുള്ള എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലേ? ഇവരൊക്കെ ഈ ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യത്വം കൊണ്ട് മാത്രമാണ് അല്ലേ? മനുഷ്യത്വമാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. है. अच्छा बच्चों, अब हमने देख लिया है कि टिप्पणी कैसे लिखें. नरेश सक्सेना की इस टिप्पणी के आधार पर जरा बताइए कि कविता पर टिप्पणी लिखते समय किन किन बातों पर ध्यान देना है. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ടിപ്പണി പഠിച്ചു. അപ്പോൾ ഒരു കവിതയെപ്പറ്റി എങ്ങനെയാണ് ടിപ്പണി എഴുതേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ നരേഷ് സക്സേനയുടെ ഈ ടിപ്പണി എഴുതിയിരിക്കുന്ന രീതി വെച്ചിട്ട് ഒരു കവിതയെപ്പറ്റി ടിപ്പണി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പറഞ്ഞേ. टिप्पणी लिखते समय किन किन बातों पर ध्यान देना है. हाँ बताइए. भूमिका के रूप में पहले टिप्पणीकार ने क्या लिखा है, बताइए. भूमिका के रूप में क्या लिखा है? हाँ, आपने क्या बताया, बताइए. कवि का परिचय और അപ്പോൾ ഈ ടിപ്പണിയിൽ ആദ്യം എന്താണ് ചെയ്തിരിക്കുന്നത്? കവി കാ പരിചയ് ഓർ രചന കാ മൂൽ ഉദ്ദേശ്. അപ്പോൾ ഈ കവിതയെപ്പറ്റി നമ്മളെടുത്ത് ഏത് കവിതയെപ്പറ്റിയാണോ ടിപ്പണി എഴുതുന്നത് ആ കവിതയെപ്പറ്റി പരിചയപ്പെടുത്തും. അതുപോലെ ആ കവിതയുടെ മൂല്യ ഉദ്ദേശം എന്താണെന്നുള്ളതും പറയുന്നുണ്ട്. रचना का मूल उद्देश्य, फिर कविता का आशय भी बता सकते हैं ना. പിന്നീട് ആ കവിതയുടെ ആശയത്തെ പറ്റിയും ടിപ്പണിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. हाँ, अगला बिंदु क्या है? അടുത്ത പോയിന്റ് कविता का आशय है. अच्छा ठीक है,
അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതായിരുന്നു, കവിതയെപ്പറ്റി നമ്മൾക്ക് പരിചയപ്പെടുത്തി, കവിതയുടെ സന്ദേശം എന്താണെന്നുള്ളതിനെ പറ്റി, അതായത് മെയിൻ ഉദ്ദേശം എന്താണ് കവിതയുടെ എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം കവിതയുടെ ആശയത്തെപ്പറ്റി ചർച്ച ചെയ്തു. फिर हम किन किन बातों पर ध्यान देते हैं बताइए. फिर भाषा और रचना की പിന്നീട് എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഭാഷ ഓർ രചനാക്കി വിശേഷതായ, അതായത് ഈ കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഭാഷ എപ്രകാരമാണ് ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതെന്നും അതുപോലെ കവിതയിലെ രചനാ രീതികളെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലേ. विशेषताएं, अच्छा ठीक है, भाषा और रचना की विशेषताएं. और फिर क्या? विशेष पंक्तियों का उल्लेख. फिर हम വരികളുടെ പ്രത്യേകത, ആ കവിതയിലുള്ള വരികളുടെ പ്രത്യേകതയെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. की सार्थकता पर भी चर्चा कर. ശീർഷർക്കി സാർത്ഥകത, സാർത്ഥകത എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻസ്, അതായത് തലക്കെട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതിനെ പറ്റിയും പറയുന്നുണ്ട്. सकते हैं ना? तो देखिए, शीर्षक की सार्थकता और अंत में निष्कर्ष. अंत में हम लोग कुछ निष्कर्ष या कविता के संबंध में हमारा विचार भी वहाँ അവസാനം നിഷ്കർഷ് കൺക്ലൂഷൻ എഴുതിയിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഏറ്റവും അവസാനം കവിതയെപ്പറ്റി നമ്മൾക്ക് എന്താണ് തോന്നിയെന്നുള്ളതിനെ പറ്റി നമ്മൾ എഴുതാറുണ്ട്. प्रकट करते हैं. अब आप यह प्रश्न देखिए, कविता के संबंध में आपका विचार क्या है? यह प्रश्न देखिए. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടിപ്പണിയിൽ വേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. को न जानने पर भी कवि ने उसकी मदद के लिए हाथ बढ़ाया. इससे അപ്പോൾ വ്യക്തിയെ അറിയാനിട്ട് കൂടി കവി എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ സഹായിക്കാനായി കൈ നീട്ടി. ഇസ്മേ കോൺസാ സന്ദേശ് മിൽത്താ ഹെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? हमें कौन सा संदेश मिलता है? കുഞ്ഞുങ്ങളെ, പ്രളയകാലത്തെ വിഷ്ണുകുമാറിന്റെ സന്മനസ്സിനെ കുറിച്ച് നിങ്ങൾ കണ്ടതല്ലേ? കമ്പിളി വിറ്റ് ഉപജീവനം നടത്തുന്ന വിഷ്ണുകുമാറിന്റെ സന്മനസ്. അയാൾ കേരളീയനല്ല, മധ്യപ്രദേശുകാരനാണ്. കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ കണ്ട് അയാൾ അവരുടെ പേരോ സ്ഥലമോ ജാതിയോ പദവിയോ ഒന്നും ചോദിച്ചില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കമ്പിളി പുതപ്പുകൾ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന, തൻ്റെ ഉപജീവനത്തിന് വേണ്ടി കൊണ്ടുവന്ന ആ കമ്പിളി പുതപ്പുകൾ നൽകി അദ്ദേഹം മാതൃകയായി. ഈ ഉദാഹരണം നമ്മുടെ പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കുമല്ലോ കുഞ്ഞുങ്ങളെ. അപ്പോ ഈ കവിത എത്ര സന്ദർഭോചിതമാണെന്ന് നോക്കിയേ. तो आप पाठ्यपुस्तक का ये प्रश्न देखिए. कविता पर टिप्पणी लिखते समय किन किन. അപ്പോൾ കവിതയെ പറ്റിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കവിത പർ ടിപ്പണി ലിഖ്തേ സമയം കിൻ കിൻ ബാത്തോം പർ ധ്യാൻ ദേത്താ ഹെ. കവിതയെപ്പറ്റി ഒരു ടിപ്പണി എഴുതിയപ്പോൾ അല്ലെങ്കിൽ വിശകലനക്കുറിപ്പ് എഴുതിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ശ്രദ്ധ നൽകിയത്? നരേഷ് സക്സേനയ്ക്ക് ടിപ്പണിക്ക് ആധാർ പർ ലിഖി. അപ്പോൾ നരേഷ് സക്സേനയുടെ ടിപ്പണി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ടിപ്പണിയുടെ ആധാരത്തിൽ നിങ്ങൾ എഴുതുക. അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെ പോയിന്റ്സ് ആണ് നരേഷ് സക്സേന ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ എഴുതുക. നമ്മളിത് ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു നേരത്തെ. അപ്പോൾ ആ പോയിന്റ്സിൻ്റെയൊക്കെ സഹായത്തോടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. बातों पर ध्यान देना है. नरेश सक्सेना की टिप्पणी के आधार पर लिखिए. अब आप इस प्रश्न का उत्तर लिख सकते हैं, जरूर लिख सकते हैं. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി നിങ്ങളുടെ ടീച്ചറിനെ കാണിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി ടീച്ചറിനെ കാണിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിക്കാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ വന്നിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക് യു.